കളിക്കുന്ന ഗെയിമാണ് ഗുരുവായൂർ ദ ഗ്യാങ്സ്റ്റർ. ഗുരുവായൂർ അല്ല, ഗുരുവായൂർ കൊള്ളത്തിലായിരുന്നു. റോഡ് ഒന്നുമില്ലായിരുന്നു. നിങ്ങൾക്കറിയാമായിരിക്കും ഈ പയ്യനെ, നിങ്ങൾക്ക് കണ്ടു കാണും. നിങ്ങൾ ഈ പയ്യൻ്റെ പേരെന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഈ പയ്യൻ്റെ പേരാണ് ഗ്യാങ്സ് ഓഫ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഇല്ലേ കേസ്, അതിനകത്തുള്ള പയ്യനാണിത്. കാറിൽ കയറി, നമുക്ക് പെട്ടെന്ന് കാറിൽ കയറി പോകണം. ഗ്യാങ്സ് ഓഫ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഇല്ല, അത് ഞാൻ കളിച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഞാൻ എടുത്തിടാം കേസ്. ഓക്കെ, എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. അവൻ്റെ അരുൺ ഭായ് എങ്ങാണ്ടാണ് ഗ്യാങ്സ് ഓഫ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ്. ഇത് ഇന്ത്യൻ കാർ ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് കണ്ടുപിടിച്ച ആൾ തന്നെയാണ് കണ്ടുപിടിച്ചത്. നമുക്ക് ഒരുത്തനെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അരുൺ ഭായ് കേസ്. മറ്റേത് ഗുരുഭായ് ദ ഗ്യാങ്സ്റ്ററിനകത്ത് ഒന്നുമില്ലായിരുന്നു. പടമെല്ലാം കണ്ടപ്പോൾ PC ലെവലായിരുന്നു. പിന്നെ എടുത്തു നോക്കിയപ്പോൾ ഒരു കൂറ ഗ്രാഫിക്സ്. ഇത് പിന്നെ അതേപോലത്തെ പിക്ചറും ഉള്ളതുപോലെയല്ല. മോനെ PP അടിച്ചു നോക്കിയാൽ നോക്ക്, സൗണ്ടെല്ലാം കൂട്ടിയേക്ക് വന്നില്ലേ. PP അടിക്കാൻ പറ്റത്തില്ല, അവന്മാർ വെറുതെ PPയുടെ ഓപ്ഷൻ കൊടുത്തി. കേസ് എന്നെ പോലെ വേറൊരു വണ്ടി അല്ല, എന്നെ പോലത്തെ വണ്ടിയല്ല, വേറെ ഒത്തിരി വണ്ടി. ഓ മോനെ, പക്ക റിയലിസ്റ്റിക് പോലാണ് ഇത് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. എങ്ങോട്ടൊക്കെ പോണയ്യോ, നമ്മൾ തെറ്റിച്ച് വളച്ച് പോവണ്ണ. ഓക്കെ നമ്മളെത്താറായി. നമ്മളെ വീട്ടിലാണ് നമുക്ക് പോകണം. നമ്മൾ ഒരു വർഷം വേറെ അവിടെയായിരുന്നു. പിന്നെ നമ്മളെ ശരിക്കുള്ള ബായി സ്വഭാവം എടുക്കണം. നമ്മളെത്താറായി. വളച്ചിട്ടൊക്കെ പോണോ ഇനി? നമുക്കെല്ലാം ചെയ്യാം, ഇതിന് വയ്യ. നാളെ വീട് ഒത്തിരി ദൂരെയാണ്. ഇത്തിരി ദൂരെ, ഇത്തിരി ഇവിടെയാണ് നാളെ വീട്. ഇതുകൊണ്ടാണോ? അല്ല, ഇതല്ല കുറച്ചു മുമ്പോട്ടാണ് കേസ്. ഇത് തന്നെ അവിടെ കണ്ടോ കേസ്. നമുക്ക് വേറൊരു കാറുണ്ട് കേസ്. എന്നിട്ട് നമ്മളെന്തോത്തിന് ഈ കാർ എടുത്തേ? ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇറങ്ങിക്കോ, ഇറങ്ങാം. നമുക്ക് കണ്ടിട്ട് ഇൻസൈഡിൽ പോവാം. ചാടാനൊന്നും പറ്റത്തില്ല. ഇവര് ചാടി കയറാ. അത് എൻ്റെ വീടിൻ്റെ അകം. ഇവിടെ എന്തോ ലാഗ് അടിക്കുന്നോ? ഫോണുണ്ട് ഇവന്. ഫോൺ എന്തോത്തിനോ? കാറുകൾ എഴുതിക്കാനോ? കാറിലൊന്നുമില്ല. കൊള്ളാം. ക്യാമറയിലോ? എടാ, അവന് ഗ്ലിച്ചടിച്ച് കേസ്. അവൻ ഗ്ലിച്ചടിച്ച് ഇറങ്ങടാ. ആരാ മോനെ ഇറങ്ങാണ്. അവൻ പോട്ടെ കേസ്. അവനവിടെ ഗ്ലിച്ചടിച്ച് നിൽക്കുന്നു. എടേ, രാജുവാത്തി ഗെയിമിങ്ങിന് മിഷൻ കംപ്ലീറ്റ് എന്നോ? ഈ രാജുവാത്തി ഗെയിമിങ്ങിന് എന്തെങ്കിലും ഒന്ന് നല്ലപോലെ ചെയ്തുകൂടായിരുന്ന കേസ്. നമ്മൾ ഹോമിൽ എത്തിയിട്ടുമായിരിക്കും വീട്ടിൽ കയറുന്നേ. നാട്ടുകാരെ ഓടി വരണേ, എൻ്റെ വീട് പോയേ, എൻ്റെ വീട് കത്തിയേ കേസ്. നമുക്ക് ക്യാമറ ഒന്ന് അകത്തോട്ടാക്കാം. അയ്യോ, നമ്മൾ പെട്ടേ രസിക്കണേ. നമ്മൾ തനിയെ വന്നിട്ടുണ്ട് കേസ്. നമുക്ക് ആ കാറ് വരെ ഒന്ന് കയറിയിട്ട് കാറെടുത്ത് മാറ്റിക്കൊണ്ടുവന്നില്ല. FM റേഡിയോ വെക്കാലോ? റേഡിയോ ഒന്നും വർക്കാകത്തില്ല. അപ്പോൾ നമ്മളെ ഈ കാറിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നിടാം കേസ്. ഇത് ഇന്ത്യൻ ഗ്യാങ്സ് ബൈക്ക് ഡ്രൈവിംഗ് അല്ല കേസ്. ഇത് അരുൺ ഭായ് ദ ഗ്യാങ്സ്റ്റർ എന്ന് പറയുന്നൊരു ഗെയിമാണ്. അയ്യോ, ഇറങ്ങടാ. മുമ്പിലോട്ട് പോകുന്നില്ല ഈ വണ്ടി, അതാണ് എൻ്റെ പ്രശ്നം. ഇപ്പം ശരിയാക്കി തരാമല്ലോ. നിർത്തുന്ന എന്ത് കേസ്? നിർത്താൻ പറ്റില്ല. നമുക്ക് അപ്പോഴത്തേക്ക് ഇറങ്ങാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അത് നിർത്തുന്നത്. നമുക്ക് നമ്മളെ വീട്ടിലോട്ട് പോവാം. മോനെ സീൻ വീട് കേസ്. പക്ഷേ ഇന്ത്യൻ ഗ്യാങ്സ് ബൈക്ക് ഡ്രൈവിങ്ങിൽ ഈ വീടില്ല. പക്ഷെ അരുൺ ഭായ് ദ ഗ്യാങ്സ്റ്റർ വീടാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. കഥ തുറന്നു നോക്കി. കഥ തുറക്കാൻ നമ്മളെ വീട്ടിലെങ്ങനെ കയറും പറയോ? കഥ തുറക്ക്. എനിക്കെൻ്റെ വീട്ടിൽ കയറാൻ ആഗ്രഹമുണ്ട്. എൻ്റെ വീട്ടിലൊരിക്കൽ ഇനി കയറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു ബിക്കോസ് കഥ തുറക്കുന്നില്ല ഇമാർ. അല്ല, എന്തൊരു പണിയാണോ കാണിക്കുന്നത്? എൻ്റെ വീടിൻ്റെ അകത്ത് കയറാൻ സമ്മതിക്കടാ പന്നന്മാരെ. മാപ്പ് എടുത്ത് നോക്കട്ടെ കേസ്. ഞാൻ മാപ്പിൽ നമ്മൾ ഇത്ര വലിയ സിറ്റിയൊക്കെ ഉണ്ടോ?
ആപ്പാടെ ഇവിടെ കുറച്ച് ബിൽഡിങ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേസ്. പിന്നെ ഇവിടെ ഒരു പാറക്കല്ലൊക്കെ അല്ല ഇവന്മാര് തുറക്കത്തില്ല. ഇത് തുറക്ക് മര്യാദയ്ക്ക്. നോക്ക്, കാറെടുത്തോണ്ട് വന്ന് കയറേണ്ടി വരുമായിരിക്കും. നാളെ ഗണ്ണുണ്ട് കേസ്. ഗണ്ണ് വെച്ച് കയറാൻ പറ്റുമോ? ഓ പറ്റത്തില്ല, ഗണ്ണെടുക്കാൻ പറ്റത്തില്ല. അയ്യോ എനിക്ക് കയറാൻ. നമ്മളെ വീട്ടിലെന്തോ കേസ് തുറക്കുന്നത്. ഓ വെളിയിൽ നിന്ന് കയറാൻ പറ്റുമോ? അല്ലപ്പോ നമ്മളാ എന്ത് പറയുന്ന മറ്റെല്ലാ സാധനമില്ലേ കേസ്, നിങ്ങൾക്കറിയാമല്ലോ. പുറവശത്തിൽ നിന്ന് നമുക്ക് കയറാൻ പറ്റും. നിങ്ങൾക്ക് അറിയത്തില്ല. പുറവശത്തിൽ നിന്നും കയറാൻ പറ്റത്തില്ല കേസ്. അവരെന്തോത്തിന് വീടുണ്ടാക്കി വെച്ച വീട്ടിൽ കയറാൻ പറ്റിക്കൂടായിരുന്നു കേസ്. മറ്റേ കയറാൻ സമ്മതിക്കത്തില്ല. അയ്യോ നമ്മൾ ഇടിക്കുന്ന എന്തോത്തിനാ വെറുതെ. ഓക്കെ ചാടിപ്പോളാം. ഞാൻ തോടുന്ന ബട്ടൊന്നും വരുന്നില്ല. ലെറ്റ്സ് ഗോ. അവിടെ സന്ധ്യയാണ്. ഭായിയുടെ വീട്ടിലെന്തെങ്കിലും കൊണ്ടുവന്നോളൂ ഇവന്മാർക്ക്. നമ്മളെ വീട്ടിലൊന്നും പോകുന്നില്ല. നമ്മൾ ഭായിയുടെ രാജാവ് അരുൺ ഭായി ആണ്. നമുക്ക് ഈ കാറെടുത്ത് പോകണമെന്ന് തോന്നുന്നു. കാറെടുത്ത് എമ്മില് മൈക്കിള് കാണും. കഥ ഇല്ല കേസ്, കഥ തുറന്നില്ല. വീടിൻ്റെ അകം കാണാമെങ്കിലും കഥ തുറന്നില്ല. ചാടിപ്പോടാ, ഓടാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ. ലെറ്റ്സ് ഗോ. കാറിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് വേണം എനിക്ക് കയറാൻ. എനിക്ക് ചാടിപ്പോവാം. കാരണം ഇല്ല പെടതില്ല. അല്ലാതെ ചാടിപ്പോവാവോ നോക്കട്ടെ. അല്ലാതെ ചാടാൻ കാരണം കൂടെ ചാടാം. ഓക്കെ, നമ്മുടെ ബൈദ ഗാങ്സ്റ്റർ വണ്ടി കയറാൻ പോകുന്നു സുഹൃത്തുക്കളെ. വണ്ടിയൊക്കെ എടുക്കുമ്പോൾ മാസം. അയ്യോ റേഡിയോ ഒന്നും വർക്കാവത്തില്ലെന്ന്. ഓക്കെ എമ്മിലോട്ട് പോകും. എന്നിട്ട് എമ്മിലോട്ട് പോകുന്നതിന് മുമ്പ് കാറൊക്കെ എല്ലാം വളയ്ക്കുന്ന മാസ് കാണിക്കട്ടെ. നേരെ നമുക്ക് പോയേക്കാം. കാറ് വളച്ച്. അയ്യോ രാത്രിയായത്. നമ്മളെ വീട്ടിൽ ഉറങ്ങണം. എന്നാലും നമുക്ക് മൈക്കിളിൻ്റെ വീട്ടിൽ പോയി കിടക്കാം. എമ്മെന്ന് കൊടുത്തേക്കുന്നത് മൈക്കിളായിരിക്കും. ബാർബർ ഷോപ്പ് കേസ്. അവിടെ ബാർബർ ഷോപ്പിൽ പോവാം. വീട്ടിൽ നമുക്ക് കയറാൻ പറ്റില്ല. അമ്മമാർ വെറുതെ വീട് ഉണ്ടാക്കി വെച്ചപ്പോൾ ബാർബർ ഷോപ്പ് രാത്രി സമയത്തൊന്നും പൊയ്ക്കൂടെന്നാണ് പറയുന്നത്. ബിക്കോസ് രാത്രി സമയം പ്രേതം വരുമെന്നാണ് കേട്ടത്. അതുകൊണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം വണ്ടിയിൽ. രാത്രി സമയത്ത് പ്രേതം വരുമെന്ന് ശരിക്കുള്ളതാണ്. റിയൽ ലൈഫല്ല ഗെയിമിലൊക്കെ അല്ല. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിന് അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മളെ വീടിൻ്റെ കഥ തുറക്കത്തില്ല. ഈ വീടിൻ്റെ കഥ തുറന്നിട്ടേക്കുന്നത്. ലെറ്റ്സ് ഗോ മോനെ. മെസ്സിയുടെ പടം ഒന്നും. ഓക്കെ ബൈ.